യോഹന്നാൻ 14 കർത്താവ് പറയാണ്, നിങ്ങളുടെ സ്വയം കൊണ്ട് ജീവിച്ചിട്ട് ഫലമില്ലല്ലോ, ഞാൻ എൻ്റെ സ്വയം തരാം. അയാം വാട്ട് അയാം എന്ന് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളിലേക്ക് വരാം. പക്ഷെ നോക്കി, എന്നാലും നമുക്ക് പ്രശ്നങ്ങളാണ്, സ്ട്രഗിൾ ചെയ്യുകയാണ് ആത്മീയ ജീവിതം. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് മുന്തിരിവള്ളി, നമ്മൾ ശാഖകളെന്ന് പറയുമ്പോഴും അവിടെ ഈ ലോകത്തിൻ്റെ ഒരു പ്രഭു നമ്മളെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. 16-ലേക്ക് വരുമ്പോൾ സ്ഥിതി മാറി. എന്താ കാര്യം? ഇവിടെ ഒരാൾ വരികയാണ്, അവൻ്റെ പേര് സഹായകൻ, അഡ്വക്കേറ്റ്, സ്റ്റാൻഡ് ബൈ, സ്ട്രെങ്തനർ. ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതി മാറുകയാണ്. തോറ്റ മേഖലകളിൽ, അത് ജഡത്തിൻ്റെ ആകട്ടെ, സ്വയത്തിൻ്റെ ആകട്ടെ, സാത്താൻ്റെ ആക്രമണമാകട്ടെ, ലോക വിഷയങ്ങളിട്ടിട്ട് നമ്മളെ ഒതുക്കാൻ നോക്കുന്ന സാത്താനെ നമ്മൾ ഒതുക്കാൻ പോവുക പരിശുദ്ധാത്മാവിനാൽ, കാര്യസ്ഥനാൽ, സത്യത്തിൻ്റെ ആത്മാവിനാൽ, സമാധാനത്തിൻ്റെ ദൈവം സാത്താനെ നിങ്ങളുടെ കാൽക്കീഴിൽ വേഗത്തിൽ ചതച്ചുകളായി. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും ദൈവം തരും.